ഡൽഹിയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ലാത്തി ചാർജും ടിയർ ഗ്യാസും ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ഇനി കോടതികൾ സ്വമേധയായി ഇടപെടുമോ എന്ന ചർച്ചയും ശക്തമായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി എത്തിയ അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നത് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടതെന്നാണ്. പ്രതിഷേധക്കാരെ മാത്രമല്ല, അവർക്ക് നിയമസഹായം നൽകാൻ എത്തിയ ചില അഭിഭാഷകർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ സുപ്രീം കോടതി ബാർ അസോസിയേഷനും സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷനും സംഭവത്തെ അപലപിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രക്ഷോഭം വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷാ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥികളുടെ ഭാവി എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ആവശ്യങ്ങളോടാണ് ആരംഭിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും വിദ്യാഭ്യാസ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വേണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. അടുത്തിടെ പാർലമെന്റ് മാർച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ ഡൽഹി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പ്രതിഷേധം തടഞ്ഞു. തുടർന്ന് ലാത്തി ചാർജും ടിയർ ഗ്യാസും ഉപയോഗിച്ചതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇപ്പോൾ പ്രധാന ചർച്ച മറ്റൊന്നാണ്. ഇത്രയും ദൃശ്യങ്ങളും ആരോപണങ്ങളും പുറത്തു വന്നിട്ടും നീതിന്യായ വ്യവസ്ഥ സ്വമേധയാ ഇടപെടേണ്ട സാഹചര്യമാണോ എന്ന ചോദ്യം. ഇതിനിടയിൽ ചില അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കത്തയച്ച് അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസിന്റെ നടപടികളുടെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും സ്വതന്ത്ര അന്വേഷണം വേണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ അടിയന്തര ലിസ്റ്റിംഗ് അനുവദിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. നിലവിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഇതോടെയാണ് ചർച്ച കൂടുതൽ ശക്തമായത്. ഒരു വശത്ത് വിദ്യാർത്ഥികളും മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധാവകാശം സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നു. മറുവശത്ത് പോലീസ് പറയുന്നത് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ അനിവാര്യമായിരുന്നു, അനുമതിയില്ലാത്ത മാർച്ച് തടയേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നാണ്. സംഭവത്തെ തുടർന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും പ്രതികരിച്ചു. സമാധാനപരമായ പ്രതിഷേധത്തെ നേരിടാൻ അമിത ബലം ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ വിശ്വസനീയമായ അന്വേഷണം വേണമെന്നും ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിഷേധം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ലെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാരുമായി ചർച്ചകൾ നടന്നുവെങ്കിലും ഉറപ്പുകൾക്കപ്പുറം വ്യക്തമായ നടപടികൾ വേണമെന്നാണ് അവരുടെ നിലപാട്. പരീക്ഷാ പരിഷ്കാരങ്ങളും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് പ്രക്ഷോഭ നേതാക്കൾ പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശവും പൊതുസുരക്ഷ ഉറപ്പാക്കാനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും തമ്മിൽ സന്തുലനം എങ്ങനെ പാലിക്കണം? ഇനി കോടതികൾ ഇടപെടുമോ? സ്വതന്ത്ര അന്വേഷണം ഉണ്ടാകുമോ? പോലീസിന്റെ നടപടികൾ നിയമപരമായി പരിശോധിക്കപ്പെടുമോ? അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് സാധാരണ നിയമ നടപടികളിലൂടെ തന്നെ നീതി തേടേണ്ടി വരുമോ? ഇപ്പോൾ ഈ സംഭവവികാസങ്ങൾ രാജ്യവ്യാപകമായി ചർച്ചയാവുകയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കും പോലീസിന്റെ നടപടികൾക്കുമിടയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.